മറ്റാരുണ്ട് LDF അല്ലാതെ ഇപ്പോൾ ആരും ഇല്ലാതെ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കണേ നമ്മൾ. അപ്പോൾ എന്തായാലും നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് യൂസർ ഓട്ടോറിക്ഷ തപ്പി നടക്കണവർ. അങ്ങനത്തെവർക്ക് പറ്റിയ നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസ് ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെട്ടിച്ചിറയുള്ള ഓട്ടോമാൻ എന്ന് പറയുന്ന ഓട്ടോ കൺസൾട്ടൻസിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഷെരീഫാക്കാൻ, നമ്മുടെ സ്ഥിരം ഷെരീഫാക്കാൻ, നമ്മളെന്നും വന്ന് ചെയ്യുന്ന ഷോപ്പ് തന്നെയാണ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവും, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയുന്ന ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാം ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ വണ്ടിയല്ലേ ഇന്നത്തെ? ഒന്ന് പറഞ്ഞോട്ട് തന്നെ എന്തൊക്കെയാണ്? 2014 TVS. 2014 15 മോഡല്. പണി കഴിപ്പിച്ചുള്ള വണ്ടി. പണി കഴിപ്പിച്ചാ? പണി ഫുള്ള് പണിയെടുത്തോണ്ട്. ഫുള്ള് പെയിന്റിംഗ് ഒക്കെ കഴിച്ചിട്ടില്ല? പെയിന്റിങ്, ഗുഡ് ഇന്നർ സീറ്റ്, എല്ലാ വർക്ക് കൊടുത്താ. ഇത് പേപ്പർ ഏതുണ്ട്? പേപ്പർ നമ്മൾ പുതിയ ടെസ്റ്റ് എടുക്കുന്നു. അപ്പൊ നിലവിൽ പെൻഡിങ് ആണ്, ഫുള്ള് നമ്മൾ എടുത്തു കൊടുക്കും. അപ്പൊ 2031 വരെയൊക്കെ ഉണ്ടാവില്ല? 31 വരെ ഉണ്ടാവും. എത്രയാണ് നമ്മൾ ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കുന്നതല്ല 68ഒക്കെയാണ്. അതിൽ കുറച്ച് കൊടുക്കാൻ മതി, നെഗോഷ്യബിൾ ആണ്. എന്തായാലും കമ്മിയായി കൊടുക്കാൻ മതി. ഓക്കെ. പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ TVSന്റെ ആരെങ്കിലും ചെറിയ വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഒറ്റ പീസേ ഉള്ളൂ. പ്രൈവറ്റ് വണ്ടി തന്നെ ഉണ്ടല്ലേ? ഇത് ഏതാണ്? 2011 മോഡല്. ഇത് ചോദിക്കുന്ന വില നമ്മള് 58ഒക്കെയാണ് ചോദിക്കുന്നത്. 55 ഉറുപ്പ്യക്ക് ലാസ്റ്റ് കൊടുക്കും. പാച്ച് വർക്ക് ഒക്കെ തീർത്താണോ? പാച്ച് വർക്ക് എടുത്ത് പെയിന്റിങ് അടിക്കുന്നത്. വുഡിന്നറൊക്കെ പോയത്. വുഡിന്നറൊക്കെ പഴയതാണ്. ബാക്കി പാച്ച് വർക്ക് ഒക്കെ തീർത്ത് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുതിയ റിന്യൂവൽ ഉണ്ട് അല്ലേ? അപ്പൊ 5 കൊല്ലം ഇനി അപ്പൊ 2031 വരെ ഇനി പേപ്പർ ഒന്നും നോക്കണ്ട, ഫുൾ ക്ലിയർ കൊണ്ടുപോയി ധൈര്യമായിട്ട് ഓടാ. പാച്ച് വർക്ക് ഒക്കെ തീർത്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ഇത് എത്ര കൊടുക്കാം? നമ്മള് 55 ഉറുപ്പ്യ ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് 55. ഇനി കുറയോ? അതിനെന്തായാലും നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ചോദിച്ചു മേടിച്ചോളാം. ഓഫർ ഉണ്ടാവും. അപ്പൊ എടുക്കാനായിട്ട് ഉറപ്പായിട്ട് വരുന്നവർ എന്തായാലും നമ്മളെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചോദിച്ചു മേടിക്കാം. അപ്പോൾ 2 പ്രൈവറ്റ് കഴിഞ്ഞ് ഇനി നമുക്കൊരു ടാക്സി വണ്ടി ഉണ്ട്. 2014 ടാക്സി. 2014 ഫുൾ പേപ്പർ എടുത്ത് നമ്മൾ കൊടുക്കും. ഇപ്പൊ തെറ്റി എടുക്കണം പേപ്പർ. പുതിയ പേപ്പർ എടുത്ത് പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കും. പുതിയ ടെസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ബോഡി ഇറക്കി പണിയെടുപ്പിച്ചില്ലേ? പക്ഷെ വുഡിന്റെ പഴയതാണ് മാത്രം. കാര്യങ്ങൾ പെയിന്റിംഗ് ഒക്കെ പുതിയത്. വുഡിന്നർ പഴയതാണെങ്കിലും അതിന്റെ നല്ല വൃത്തിയുണ്ട്. പഴക്കം എന്ന് പറയാനുള്ള പഴക്കമൊന്നുമില്ല. വൃത്തിയുള്ള ഇന്നറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബോഡിയൊക്കെ പാച്ച് വർക്ക് എടുത്ത് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഇത് നമ്മള് പെയിന്റിംഗ് ചെയ്ത സ്റ്റിക്കറാ? പെയിന്റിംഗ്. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ആരെങ്കിലും നമ്മുടെ ഡബിൾ ഗണ്ണ് കുട്ടി ഡീസലിൽ വരുന്ന വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. നമ്മൾ എത്ര ചോദിക്കണേ? ഇത് 1.45. 1.45 നെഗോഷ്യബിൾ ആണ്. എടുക്കാനായിട്ട് വരുന്നവർക്ക് എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഓക്കെ. തിരൂരത്തെ ഒരു വണ്ടി തന്നെ നിൽക്കണ്ടല്ലോ? ഏതാ മോഡല്? 2012 നമ്മളെ തിരൂർ രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന വണ്ടിയാണ്. നമ്മളെ നാട്ടുകാരാണ്. ഫുള്ള് ബോഡിയൊക്കെ ഇറക്കി പണിയെടുപ്പിച്ചില്ലേ? കംപ്ലീറ്റ് പണിയൊക്കെ പുതിയ പേപ്പറിൽ കിട്ടും. പുതിയ പേപ്പർ എടുത്താണ് ഇപ്പോൾ ടെസ്റ്റ് ഒക്കെ എടുത്താണ്. ഓക്കെ. പുതിയ ടെസ്റ്റ് എല്ലാം കഴിച്ച് നിർത്തിയിട്ടുള്ള കുട്ടപ്പനാക്കിയുള്ള വണ്ടിയാണ്. ഒരു പുതിയ വണ്ടി ഇങ്ങനെ എടുക്കണത് എങ്ങനെയാണോ ആ ഒരു സംഭവത്തിൽ നമുക്ക് എടുക്കാം. എഞ്ചിൻ മാത്രമേ കുറച്ച് പഴയ കണ്ടീഷനുള്ളൂ. ബാക്കിയൊക്കെ പുതിയതാക്കിയിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. കംപ്ലീറ്റ് ഇനി ഒന്നും നോക്കണ്ട. എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നേരെ കൊണ്ടേ ഓടും, അത്ര ആവശ്യമുള്ളൂ. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കണേ? 1.30 ചോദ്യം. നമുക്ക് 1.25 ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ. 1.30 ചോദ്യം. 1.25 ഇതിന് അടവ് കിട്ടൂലേ? അടവ് കിട്ടുന്ന വണ്ടിയാണ്. 45-50 ഉറുപ്പിനുള്ളിൽ എന്തായാലും അടവ് കിട്ടും. ഓക്കെ. ബാക്കി നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയി കൊടുക്കേണ്ടി വരും. പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ക്യാഷ് എന്തായാലും ഇറക്കേണ്ടി വരും. അപ്പോൾ അടവ് കിട്ടുന്ന വണ്ടിയാണ്. ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അടുത്തത് നമുക്കൊരു CNG വണ്ടി ഉണ്ട് അല്ലേ? 2022 മോഡല്. 2022 ഇതും പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കുന്നത്. 2022 പറയുമ്പോൾ ആകെ ഒരു 4 വർഷത്തെ ഉപയോഗം ആവണുള്ളൂ അല്ലേ? പുതിയ വണ്ടിയാണ്. പുതിയ വെറും 4 വർഷത്തെ മാത്രം ഉപയോഗമുള്ള ഒരു വണ്ടിയാണ്. ഇത് നമ്മൾ ബോഡി ഇറക്കിയിട്ടുണ്ടോ? ബോഡി ഇറക്കി ഫുള്ള് പണിയെടുത്ത. ഫുള്ള് ബോഡി ഇറക്കി സീറ്റ് ഫുള്ള് ഗുഡ് ഇന്നർ ഒക്കെ പുതിയത്. എല്ലാം പുതിയതാണ്. പെയിന്റിംഗ് പുതിയത്. ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും 4 വർഷത്തെ ഉപയോഗം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള ഉപയോഗം വണ്ടിക്കും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. CNG ആണ്. ബജാജിന്റെ മാക്സിമം. ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതല്ല, അതിന്റെ ഒരു മീഡിയം സൈസിൽ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളാം. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് നമുക്ക് എത്ര ചോദിക്കണേ? ഇത് 1.85 ചോദിക്കും. 1.85 ചോദ്യം. നെഗോഷ്യബിൾ ആണ്. ഇത് നമുക്കൊരു ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഇതൊരു കറക്റ്റ് CNG അല്ല, അത് കറക്റ്റ് പറയാൻ പറ്റില്ല. 10-40 ഒക്കെ എന്തായാലും ഉണ്ടാവും. നമ്മളെ കയ്യിൽ CNG തന്നെയാണ്. അതിന്റെ ഒരു ബേസ് നോക്കുകയാണെങ്കിൽ ഒരു 40 ലെവൽ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു ബൈക്കിന്റെ മൈലേജ് ആണ്. 4 ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കണം, അങ്ങനെ ഉപയോഗിക്കാം. ടാക്സി നിലവിൽ ടാക്സിയാണ്. ടാക്സി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.